അച്ഛാ ഇതെന്ത് ഗുളിക? അച്ഛൻ്റെ ഗുളിക. അച്ഛാ ദൈവം അച്ഛൻ റെഫറി കളിക്കാൻ നിൽക്കരുത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇവിടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിക്കണം. എടാ, എന്ത് കാര്യമാണെങ്കിലും എനിക്ക് രണ്ടു കൂട്ടരുടെയും ഭാഗത്തു നിന്ന് ചിന്തിക്കാനേ നിവൃത്തിയുള്ളൂ. അച്ഛൻ ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് ഇവിടെയുള്ളവരും കൂടെ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എടാ, അവർക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ലടാ. നമ്മളും ഇല്ല. അത് പറയാൻ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്നാൽ ചിലപ്പോൾ മണ്ടത്തരാകും. അതുകൊണ്ട് ഇന്ന ആൾക്ക് ഇത്രയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കുടുംബത്തിലുള്ളവർക്ക് മാത്രമായിട്ട് അച്ഛൻ എല്ലാം വീതിച്ചു തരണം, ഒട്ടും വൈകാതെ. അവരവിടെ ഒരു വാടക വീട്ടിലടാ താമസിക്കുന്നത്. അവർക്ക് വേറെ ഒന്നും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അച്ഛന് തോന്നുന്ന പോലെ ഒരു സഹതാപോ ഇന്നലെ കണ്ടവരോട് ഇവിടെയുള്ളവർക്ക് തോന്നുന്നില്ല. അച്ഛൻ അതൊന്നും മനസ്സിലാക്കുക. ആർഭാടത്തിന് വേണ്ടി അല്ലല്ലോ ജീവിക്കുന്നത്. ഓരോരുത്തർക്ക് അവരവരുടേതായ ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ വഴിമുട്ടിരിക്കുന്നത് ഗോപനാണ്. ശാന്തിക്കുള്ളതും കൊടുക്കണ്ടേ? പിന്നെ ഇപ്പോൾ ഒന്നും അറിയുന്നില്ലെങ്കിലും അരുണാവിന്റെ ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോൾ ചോദ്യമായിട്ട് വന്നാൽ ഞാനെന്ത് പറയും? നേർവഴിക്കുള്ള പോലെ കാര്യമായിരുന്നെങ്കിൽ ആരും ഒന്നും പറയില്ലായിരുന്നു. ഈ കേസ് അങ്ങനെയൊന്നും അല്ലല്ലോ. എടാ, നേർവഴിക്കല്ലാത്ത കാര്യം ചെയ്തത് ഞാൻ മാത്രമാണ്, അവരല്ല. അവർക്കായിട്ട് ഒന്നുമില്ലടാ. പാവം പിടിച്ചതാ ആ രണ്ടും. മാസാമാസം ഞാൻ അയച്ചു കൊടുക്കുന്നൊരു തുക കൊണ്ടാ അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അജയന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോ അതല്ലല്ലോ അവിടുത്തെ അവസ്ഥ. ആ ജോലിയാകുന്നവരെയും ഒരു മുടക്കം കൂടാതെ ആ തുക ഞാൻ അയച്ചു കൊടുക്കാം. ₹6 ഞാൻ തരാം. എടാ, അത് പക്ഷെ ഒരു പരിഹാരം ആവുന്നില്ലല്ലോ. എന്താവാതിരിക്കും? അവൻ സമയമെടുത്ത് ശ്രമിച്ചോട്ടെ. നല്ലൊരു ജോലി കിട്ടുന്നവരെ ആ തുക ഞാൻ അയച്ചു കൊടുത്തേക്കാം. ഇനി നല്ലൊരു ജോലി തരപ്പെടുത്തി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതും നോക്കാം. അപ്പൊ അവർക്ക് അവിടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. ഇവിടെയുള്ളവർക്ക് മുഷിപ്പ് തോന്നുകയില്ല. എടാ, പക്ഷേ അത് മതി മതി അത് മതി അത് മതി